വേണ്ടത്ര ചർച്ചകൾക്കും ബന്ധപ്പെട്ട കക്ഷികൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനും അവസരം നൽകാതെയാണ് 4 ലേബർ കോഡുകൾ പാർലമെന്റിൽ കേന്ദ്രം അംഗീകരിച്ചെടുത്തത്. 5 വർഷത്തോളം കാത്തിരുന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം അത് പ്രാബല്യത്തിൽ വരുത്തി വിജ്ഞാപനമിറക്കിയിരിക്കുകയാണ്. കാർഷിക കരിനിയമങ്ങൾ എന്നതുപോലെ ലേബർ കോഡുകൾ സമ്പന്ന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഖനിക്കുന്നതുമാണെന്ന് വിമർശനമുയർന്നിരുന്നു. ഒരു നൂറ്റാണ്ടിലധികമായി തൊഴിലാളികൾക്ക് പരിമിതമെങ്കിലും അവകാശങ്ങളും സുരക്ഷിതത്വവും നൽകി വന്നിരുന്ന 29 നിയമങ്ങൾ ക്രോഡീകരിച്ച് 4 ചട്ടങ്ങളാക്കി മാറ്റുകയായിരുന്നു. തൊഴിലാളി താൽപര്യമല്ല, ഉടമകളുടെ സൗകര്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലെന്നത് കോഡിന്റെ ആന്തരികാർത്ഥങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതുമാണ്. വേതനം, വ്യവസായ ബന്ധം, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ സുരക്ഷയും ആരോഗ്യ പരിപാലനവും എന്നിങ്ങനെ 4 കോഡുകളാണ് നിലവിൽ വന്നത്. പുതിയതായി വന്നിരിക്കുന്ന തൊഴിൽ വിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയോ പുതിയ നിയമം ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് ഒരു നടപടിയും എടുക്കാതെ നിലവിൽ ലഭിക്കുന്ന തൊഴിൽ സുരക്ഷ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് പുതിയ കോഡുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രധാന മേന്മയായി എടുത്തു പറയുന്ന മറ്റൊന്ന്, ജോലി ആരംഭിക്കുമ്പോൾ തന്നെ നിയമന ഉത്തരവ് നൽകണമെന്ന വ്യവസ്ഥയുണ്ടെന്നതാണ്. സ്ഥിര നിയമനത്തിന് പകരം താൽക്കാലിക പുറം കരാർ തൊഴിലുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിയമന ഉത്തരവിന്റെ പ്രസക്തി എന്തെന്ന ചോദ്യമുയരുന്നു. നിലവിലുണ്ടായിരുന്ന വ്യവസായ ബന്ധ നിയമപ്രകാരം 100-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഒഴികെ ജീവനക്കാരെ പിരിച്ചുവിടുക, അടച്ചുപൂട്ടുക എന്നിവയ്ക്ക് സർക്കാരിന്റെ അനുമതിയും മതിയായ കാരണം ബോധിപ്പിക്കലും നിർബന്ധമായിരുന്നു. പുതിയ കോഡ് പ്രകാരം അത് 300 തൊഴിലാളികളിൽ കൂടുതൽ എന്നാക്കി മാറ്റി. എല്ലാ സംരംഭകർക്കും അനുഗുണമാകുന്ന ഈ തീരുമാനവും തൊഴിൽ സുരക്ഷയെ ബാധിക്കുന്നതാണ്. സ്ഥിര നിയമനം ഒഴിവാക്കുന്നതിനുള്ള മാർഗമായി ദുരുപയോഗം ചെയ്യപ്പെടാനിടയുള്ള വ്യവസ്ഥ കൂടിയാണിത്. തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ വ്യവസ്ഥ ചെയ്തിരുന്ന നിയമങ്ങളും ഇല്ലാതായിരിക്കുന്നു. പകരം ഫെസിലിറ്റേറ്റർ എന്ന പദവിയും ഉപദേശങ്ങൾ നൽകി ഉടമകളെ നന്നാക്കിയെടുക്കാമെന്ന വ്യർത്ഥ നടപടിയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ കോഡിലൂടെ ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനും സാഹചര്യമൊരുങ്ങുന്നു. അധിക സമയ ജോലിക്ക് കൂടുതൽ വരുമാനം കിട്ടുമെന്ന പ്രലോഭനം നൽകുന്നുണ്ടെങ്കിലും അത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥാപിത മാർഗങ്ങൾ എടുത്തു കളഞ്ഞ് വെറും സ്വപ്നമായി അവശേഷിപ്പിക്കുന്നു. തൊഴിലാളി സംഘടനകളെയും സമരങ്ങളെയും അപ്രഖ്യാപിതമായി നിരോധിക്കുകയും അതുവഴിയുള്ള സംരക്ഷണത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ജോലി മുടക്കണമെങ്കിൽ 2 ആഴ്ച മുൻപ് നോട്ടീസ് നൽകണം. തൊഴിൽ തർക്കങ്ങൾ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ പരിഗണനയിലായിരിക്കുമ്പോൾ സമരങ്ങൾ പാടില്ല തുടങ്ങിയ വ്യവസ്ഥകളും തൊഴിലാളികളുടെ സംഘടിത വിലപേശലിനെ നിരാകരിക്കുന്ന ഉപാധിയാണ്. ഫലത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുകയും തൊഴിലുടമകൾക്ക് ചൂഷണത്തിനുള്ള അവസരം വർദ്ധിപ്പിക്കുകയുമാണ് പുതിയ കോഡുകളിലൂടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. ബ്രിട്ടീഷ് വാഴ്ചക്കാലത്ത് പോലും അനുഭവിച്ചിരുന്ന തൊഴിലവകാശങ്ങൾ എടുത്തു കളഞ്ഞ് സമ്പന്ന സംരംഭകർക്ക് തൊഴിൽ ചൂഷണത്തിലൂടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വരുത്തുക വഴി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെ നവംബർ 26-ന് കേരളത്തിലെമ്പാടും തൊഴിലാളി പ്രതിഷേധം അലയടിക്കും.